ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. നല്ല പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം ഒരു ഉപമ പറയുന്നതായി കാണുന്നു. തൻ്റെ ശിഷ്യന്മാരോട് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് ദൈവം എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഉപമ ആയിട്ട് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ തനിക്ക് പ്രായപൂർത്തിയൊക്കെ ആയപ്പോൾ താനിക്ക് ലഭിക്കേണ്ടുന്ന വസ്തുവകകൾ തൻ്റെ അവകാശം താൻ ചോദിക്കുകയും അങ്ങനെ ചോദിച്ച് ആ വസ്തുവകകൾ വാങ്ങിച്ച് തൻ്റെ ഓഹരി വാങ്ങിച്ചതിന് ശേഷം മറ്റൊരു ദേശത്തേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ മറ്റൊരു ദേശത്തേക്ക് കടന്നുപോയി താൻ ഇതൊക്കെ വളരെ ദൂർത്തടിച്ച്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിച്ചതിന് ശേഷം തൻ്റെ കയ്യിലുള്ള വസ്തുവകകളൊക്കെയും തീർന്നപ്പോൾ അന്ന് തനിക്ക് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു, കുറേ ആൾക്കാർ തനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. ധനമൊക്കെയും തീർന്നപ്പോൾ അവരെല്ലാം തന്നെ വിട്ടുപോകുവാനിടയായി തീർന്നു. താൻ പിന്നെയും തനിക്കൊരു ജോലി ആവശ്യമാണ് എന്ന് കണ്ട് ആ നാട്ടിലെ ഒരു പ്രമാണിയെ ചെന്ന് കാണുകയും അവർക്ക് പന്നി വളർത്തുന്ന ഒരു ഫാമിൽ തനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ തനിക്ക് ആഹാരം കഴിക്കുവാനൊന്നും കിട്ടിയിരുന്നില്ല. ആ പന്നികൾക്ക് കൊടുക്കുന്ന വാളവിര എന്ന് പറയുന്ന സാധനമെങ്കിലും കഴിച്ച് തനിക്ക് വിശപ്പടക്കുവാൻ താൻ ആഗ്രഹിച്ചിരുന്നു. എങ്കിലും തനിക്കത് കഴിക്കുവാൻ ലഭിച്ചിരുന്നില്ല. അപ്പോൾ തനിക്ക് ബുദ്ധി ഉദിച്ചിട്ട് താൻ ഇങ്ങനെ ചിന്തിക്കുവാനിടയായി തീർന്നു. തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്രയോ പേർ അവിടുത്തെ ജോലിക്കാർ ആഹാരം കഴിച്ചതിന് ശേഷം എത്രയോ ശേഷിപ്പിക്കുന്നു. തനിക്കാണെങ്കിൽ കഴിക്കാനൊന്നും ലഭിക്കുന്നില്ല. താൻ പിന്നെ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുകയും, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ അപ്പൻ്റെ ജോലിക്കാരിൽ ഒരാളെപ്പോലെയെങ്കിലും തന്നെ സ്വീകരിക്കണമേ എന്ന് പറയണം എന്ന് താൻ മനസ്സിൽ തീരുമാനിച്ചു. ആ ഭവനത്തിലേക്ക് മടങ്ങി പോകുവാനിടയായി തീർന്നു. തൻ്റെ അപ്പൻ തൻ്റെ മകൻ പോയത് കാലം മുതൽ തൻ്റെ മകൻ ഇന്ന് വരും, നാളെ വരുമെന്ന് പറഞ്ഞ് തൻ്റെ മകനെ നോക്കിക്കൊണ്ടിരുന്നു. ആ ദൂരത്ത് വെച്ച് ആ മകനെ കണ്ടിട്ട് ആ അപ്പൻ ഓടിച്ചെന്ന് ആ മകനെ കെട്ടിപ്പിടിക്കുവാനിടയായി തീർന്നു. അങ്ങനെ കെട്ടിപ്പിടിച്ച ശേഷം തനിക്ക് നല്ല വസ്ത്രം, നല്ല ചെരുപ്പ് ഒക്കെയും കൊടുക്കുവാനിടയായി തീർന്നു. നല്ല ഒരു കാളക്കുട്ടിയാർത്ത് ഒരു വിരുന്ന് കഴിക്കുവാനിടയായി തീർന്നു. സ്വർഗം നമ്മെ സ്നേഹിക്കുന്നു എന്ന് ഈ ഉപമയിലൂടെ ദൈവം മറ്റുള്ളവരോട്, തൻ്റെ ശിഷ്യന്മാരോട് അറിയിക്കുവാനിടയായി തീർന്നു. നാം പാപം ചെയ്ത് അകന്നു പോകുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ സമയം ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.